ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കാബേജ് ചമ്മന്തി റെസിപ്പിയാണ്. കാബേജ് വെച്ച് നല്ല കെട്ടിയിലും ടേസ്റ്റിലൊരു ചമ്മന്തി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. ഇതിൽ കാബേജ് ചേർത്തിട്ടുണ്ടെന്ന് നമ്മൾ പറയാതെ അറിയത്തേയില്ല. തേങ്ങയില്ലാത്ത സമയത്ത് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു ചമ്മന്തി കൂട്ടണമെന്ന് തോന്നുമ്പോഴും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കാബേജ് ചട്നി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു കടായിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഏതെണ്ണ വേണേലും ഒഴിക്കാവുന്നതാണ്. ഒരു 3/4 തവി കടലപ്പരിപ്പ്, വടപ്പരിപ്പ് എന്ന് പറയില്ലേ, അത് ചേർത്തിട്ടുണ്ട്. അല്പം അളവ് കുറവായിട്ട് ഉഴുന്നുപരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതിനി ഒരു 15-20 സെക്കൻഡ് നേരത്തേന് മാത്രം ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഒരുപാട് മൂപ്പിക്കണ്ട. ഇപ്പം ഇനി ഇത് വഴറ്റാനുണ്ട്. ഇതൊന്ന് ചൂടാക്കി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് 8-9 അല്ലി വെളുത്തുള്ളി ചേർക്കുക. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് 3ആയിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. കൂടെ തന്നെ എരിവിന് വേണ്ടി 8-9 വറ്റൽമുളക് ചേർക്കുക. ഇത് പാകത്തിനുള്ള എരിവായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഒരേ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടാണ് ചേർക്കുന്നത് പച്ചമുളക്. ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് രണ്ടാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കീറിയിടാത്തതിൻ്റെ കാരണം അതിൻ്റെ കുരുവെല്ലാം കൂടെ ഇളക്കുന്ന സമയത്ത് അടിയിൽ വന്ന് കൂടിയിട്ട് ഇങ്ങനെ കരിഞ്ഞു വരും. ആദ്യമേ തന്നെ അതങ്ങ് കരിഞ്ഞു വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് വരഞ്ഞ് മാത്രം ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗൺ ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വേണം അടുത്തത് ചേർക്കാനായിട്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കിയെടുത്ത് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഒരേപോലെ മൂത്ത് കിട്ടണം. ഇനി ചേർക്കേണ്ടത് കാബേജാണ്. ഞാൻ 2 കപ്പ് കാബേജാണ് ചേർക്കുന്നത്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന സമയത്ത് വേണം കാബേജ് ചേർക്കാനായിട്ട്. ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാബേജ് നന്നായിട്ട് ഇനി ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. പരിപ്പൊന്നും ഓവറായിട്ട് കരിഞ്ഞു പോകല്ലേ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പരിപ്പ് എപ്പോഴും ഇങ്ങനെ അടിയിൽ കിടക്കുന്ന കാരണം പരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. മുളക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 2-3 ഇതിൽ നിന്ന് മുളക് മാറ്റിയതിന് ശേഷം കാശ്മീരി മുളക് ചേർത്താലും മതി. അപ്പോൾ ചട്നിക്ക് കുറച്ചുകൂടി കളറ് കിട്ടും. കാബേജ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതുകൊണ്ടാണ് ഈ കാബേജിൻ്റെ ഒരു മക്ക ടേസ്റ്റ് ഒന്നും ചട്നിയിൽ വരത്തേയില്ല. കുറേശ്ശായിട്ട് കാബേജ് ചുരുങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ആ പരിപ്പൊക്കെ വേഗം അങ്ങ് കരിഞ്ഞു പോകും. കാബേജ് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് ഒരേ ഒരു സവാളയാണ്. അത് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. സവാള ഇനി ഒരുപാടൊന്നും വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ചെറുള്ളി ഉണ്ടെങ്കിൽ പകുതി സവാളയും പകുതി ചെറുള്ളിയായിട്ടും ചേർക്കാവുന്നതാണ്. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട്, അതായത് കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണം. ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി സവാളയും കൂടെ ഒന്നിച്ചിടാത്തത് തക്കാളിയുടെ നനവ് കാരണം സവാള പെട്ടെന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് സവാള വഴന്നിട്ട് വേണം തക്കാളി ചേർക്കാനായിട്ട്. ഉപ്പൊക്കെ ഉള്ളത് കാരണം തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ആ തക്കാളിത്തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് അടർന്ന് വരാനായിട്ട് തുടങ്ങും. അത്രയും മാത്രം വഴറ്റിയെടുത്താൽ മതി. ഈ തക്കാളിയുടെ നനവ് കാരണം ആ പരിപ്പൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ലവണ്ണം അരഞ്ഞ് കിട്ടുകയും ചെയ്യും. തീരെ കനം കുറഞ്ഞാണ് ഞാൻ തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ ചേർക്കണം.
നമ്മുടെ വീട്ടിൽ ഇപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ചോറിൻ്റെ കൂടി ഇച്ചിരി ചമ്മന്തി കൂട്ടി കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അതേ ഫീലോടുകൂടി കഴിക്കാൻ തോന്നിയ ഒരു ചമ്മന്തി റെസിപ്പിയാണിത്. ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ആ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് അല്പം വാളംപുളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട, ഒരല്പം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തേനൊക്കെ പുളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നതാണ്. നല്ലവണ്ണം തിളപ്പിച്ച് കുറുക്കിയെടുത്ത് വെക്കുന്നതായത് കാരണമാണ് ലാസ്റ്റിൽ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ വാളംപുളിയുടെ കഷ്ണമായിട്ടായിരിക്കുന്നെങ്കിൽ തക്കാളി ചേർത്ത സമയത്ത് ഒരു ചെറിയൊരു പീസ് തക്കാളിയുടെ കൂടെ തന്നെ ചേർക്കുക. അപ്പോൾ തക്കാളിയുടെ കൂടെ തന്നെ അത് കിടന്ന് നല്ലവണ്ണം ആ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടിക്കോളും. ഞാനിപ്പോൾ അത് പുളി പേസ്റ്റ് ആയത് കാരണം ഒരുപാട് നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് ആറട്ടെ. ഇത് ആറുന്ന നേരം കൊണ്ട് ആ പരിപ്പൊക്കെ കുറച്ചുകൂടി ഒന്നുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതാ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആറിയിട്ടുകൊണ്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണേ. ആദ്യമേ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്ത് കാണിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് അരച്ചെടുത്താൽ മതി. നല്ല കട്ടി ചട്നിയായിട്ട് കിട്ടും. അതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത്. വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. താളിക്കൊന്നും വേണ്ട. ഇനി ഇഡലിക്കോ ദോശയ്ക്കോ വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് നീട്ടിയെടുക്കരുത്. ഇത് കുറച്ച് കട്ടി ചട്നിയായിട്ട് തന്നെ വേണം ഇഡലിക്കും ദോശയ്ക്കും കഴിക്കാനായിട്ട്. ഞാനിവിടെ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാൻ പോവാണേ. ഇഡലിക്കും ദോശയ്ക്കും വേണ്ടി ഈ ഒരളവിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നൈസ് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരളവിലെടുക്കുമ്പോൾ. ദോശയ്ക്കോ ഇഡലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം താളിച്ചൊഴിക്കുന്നത് നല്ലതാണ്. ചെറുള്ളി ഒന്നും ചേർക്കാതെ വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമായിട്ട് ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ ഒരു ചട്നിയിൽ കാബേജ് ചേർത്താണെന്ന് ഒട്ടും തോന്നത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.